ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനം. കടുത്ത ചൂടിലും ആയിരക്കണക്കിന് സ്ത്രീകളാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. പൊങ്കാലയോടനുബന്ധിച്ച് കർശന സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയത്. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. തലസ്ഥാനം ഭക്തരാൽ നിറഞ്ഞു. നഗരത്തിലെങ്ങും പൊങ്കാല സാമഗ്രികൾ വിൽക്കുന്നവർ മാത്രം. ക്ഷേത്രത്തിന് മുന്നിൽ പുലർച്ചെ മുതൽ ദർശനത്തിന് സ്ത്രീകളുടെ നീണ്ട നിര. 7 ദിവസമായി ക്ഷേത്രത്തിനുള്ളിൽ കഠിനവ്രതമനുഷ്ഠിക്കുന്ന കുത്തിയോട്ട ബാലന്മാരുടെ പ്രദക്ഷിണവും നടന്നു. ഇക്കുറി 592 ബാലന്മാരാണ് വ്രതമനുഷ്ഠിച്ച് കുത്തിയോട്ടത്തിനായി കാത്തിരിക്കുന്നത്. പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കാൻ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. അയൽ ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ള 3800 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഡ്യൂട്ടിക്കായി വിന്യസിച്ചിട്ടുള്ളത്. 100 CCTV ക്യാമറകളും സ്ഥാപിച്ചു. നഗരത്തിലെ 847 ക്യാമറകളും സ്മാർട്ട് സിറ്റി കൺട്രോൾ റൂമുമായി ബന്ധിപ്പിച്ചു. 6 ഡ്രോണുകളും നിരീക്ഷണത്തിനായി പറക്കും. പുരുഷ വനിതാ പോലീസുകാർ മഫ്തിയിലും നിരീക്ഷണത്തിലുണ്ടാകും. ക്ഷേത്ര പരിസരത്ത് താൽക്കാലിക കൺട്രോൾ റൂമും തുറന്നു. വാഹന പരിശോധനയ്ക്കായി 32 പിക്കറ്റ് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ 5 ബൈക്ക് പെട്രോളിംഗ് യൂണിറ്റും 14 ഇലക്ട്രിക് റോവറുകളും മുഴുവൻ സമയവും നഗരത്തിൽ റോന്തു ചുറ്റും. 500 അഗ്നിരക്ഷാ സേനാംഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. അന്നദാനത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭക്ഷണം വിളമ്പി തുടക്കം കുറിച്ചു. ഒരു നഗരം മുഴുവൻ ഉത്സവപ്പറമ്പായി മാറുന്ന അപൂർവത. ദർശനം നടത്തണമെന്ന ദൃഢനിശ്ചയത്തോടെ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷങ്ങൾ. കാത്തിരിക്കാം ഇനി മണിക്കൂറുകൾ. ടീം 24 തിരുവനന്തപുരം.